യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തനാരാണ്. അപ്പോൾ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് റിയാക്ഷനിലോട്ട് പോവാം. മനസ്സിലായില്ല. സൈലൻസ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ചെറുക്കം മറന്നതാണ് കേട്ടോ. അവിടെ വൈകുന്നത്. അയ്യോ അയ്യോ. ഈ അലൻ ജോസ് പെരേര ജീവിക്കുന്നതാണോ അഭിനയിക്കുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അടുത്ത വീഡിയോസിലോട്ട് പോവാം. അർജന്റീന ഇംഗ്ലണ്ടിനോട് ജയിച്ചാല് ഫാസില് വയനാട് ചുരം ഓടി കയറുന്ന പറഞ്ഞത് അഥവാ തോറ്റാല് താക്കോസിന് അന്റെ ഇഷ്ടമുള്ള സാധനം എന്തും കഴിക്കാം. ഉറപ്പല്ലേ? ഡീല്. അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന. അർജന്റീന ജയിച്ചല്ലോ. അപ്പൊ ഈ ചലഞ്ച് തീർത്താണോ? ഓടിയാ മതി. കൊടുത്തോ ഗ്ലൂക്കോസ് കൊടുത്തോ. കളിയുണ്ട് ഓടുന്നില്ല വെച്ചാ പറഞ്ഞേ. ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കണം. ഇവൻ പുളിയാണോ? വയനാട് ചൂടോ എന്നൊക്കെ പറയുമ്പോ അയ്യോ. എന്തായാലും പൊളി കൊള്ളാം. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. എന്തുവാടാ ഇങ്ങനെയൊക്കെ പറയാവോ ഈ പാവപ്പെട്ട ചേച്ചിനെ കുറിച്ച്? ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിംഗ് ആരെങ്കിലും കിട്ടിയാൽ എന്നൊക്കെ തോന്നും. നമുക്ക് ഫെമിനിസ്റ്റുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ പുരുഷന്മാരുടെ ഭാഗ്യം. കാരണം ഇഷ്ടംപോലെ സെക്സിന് ഒരു പഞ്ഞം ഉണ്ടാവത്തില്ല. ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. നമ്മുടെ റിലേഷൻഷിപ്പിൽ സെക്സ് നല്ലല്ലെങ്കിൽ നമുക്ക് അവരോട് വലിയ ഇതൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങളെ വാവച്ച് മിണ്ടാതിരുന്നാ പോരെ. ഇത് നിങ്ങളായിട്ടല്ലേ വരുത്തി വെക്കുന്നേ. നിങ്ങളെ വാവച്ച് മിണ്ടാതിരുന്ന ആൾക്കാരൊന്നും മിണ്ടത്തില്ല. നിങ്ങളിങ്ങനെ തവരാതങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ വേടിയെന്നല്ലാതെ പുകയെന്ന് വിളിക്കാൻ പറ്റുമോ? പെട്ടികളഞ്ഞ വാപ്പനോടൊരു വട്ടിക്കും വേണ്ട, തിരിച്ചു വെള്ളത്തിലേക്ക് അടിക്കും. ഈ ഷാജി പാപ്പനും ഡ്യൂഡൊക്കെ അയ്യോ ഭയങ്കര സാമ്യം. ആ ലുക്ക് ബേസിലായാലും അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്, യു നോ. റീക്രിയേഷൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. റീക്രിയേഷന് എന്തോന്നാ ചെയ്തിരിക്കുന്നത് പോലെ ഒബ്സർവ് ചെയ്ത് അത് ചെയ്യണത് ഇച്ചിരി കുറച്ച് പാടാണ്. പാപ്പനറിയില്ലല്ലോ. അതവനറിയില്ലല്ലോ. വിഷം വന്ന് കരയോ? അല്ല, കൊഞ്ഞണം കുത്തുവാ. ഇങ്ങനെയാ? അതന്നെ. കൊല്ലനായി.
സംഭവമാണ്. ലൈഫിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ നുണ എന്താണ്? എപ്പോഴും കൂടെ കാണുമെന്നുള്ളത്. പിന്നീട് ഇത് നുണയാണെന്ന് എപ്പോഴാണ് മനസ്സിലായത്? കൂടെ കാണില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ. ഈ ഒരു എക്സ്പീരിയൻസ് നിന്ന് ലൈഫിൽ എന്ത് പാഠമാണ് പഠിച്ചത്? ആരെയും വിശ്വസിക്കരുത്. വിശ്വസിച്ച പണി പാടും. പിടിച്ചു വാങ്ങുന്നതും അല്ലാതെ കിട്ടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ ലൈഫിൽ കിട്ടിയൊരു പാഠം. ഇതുപോലെ സെയിം അവസ്ഥ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എപ്പോൾ വേണോ മുഖം മാറാവുന്ന ഒരു ചായയാണ് പെൺ. അതേ ഉള്ളൂ പറയാൻ. എല്ലാവരും എപ്പോഴും കൂടെ കാണണമെന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ റിലേഷൻ ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും അതൊരു പീരീഡ് ഓഫ് ടൈം മാത്രമായിരിക്കും. അറ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കൂടെ കാണും, എപ്പോഴും കൂടെ കാണും എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഗുണമാണ്. പിന്നെ റിലേഷൻഷിപ്പിൽ ഒന്നേ ആണ് തേക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പെണ്ണിലേക്ക് അത് മാത്രം നടക്കാം. അത് നടന്നുകൊണ്ടേയിരിക്കും. പൈസയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പൈസ ഉണ്ടെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ടാവും, കൂടെ നിൽക്കാൻ കുറേ പേരും കാണും. പൈസ ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ കണ്ണോർന്നാല് നിന്റെ നേരെ മുന്നിലുണ്ടാവും. നീ കാണാൻ നേരെ മുന്നിലുണ്ടാവും. ഞാൻ നീ കണ്ണോർന്നാല് നിന്റെ നേരെ മുന്നിലുണ്ടാവും. നീ കാണാൻ ആഗ്രഹിച്ച ആൾ കേട്ടോ, നേരെ മുന്നിലുണ്ടാവും. 1 2 3 വെക്കം. കുറേ പേരുണ്ട് ഈ റിലേഷൻഷിപ്പ് എൻ്റെ ആയിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത, മൂവ് ഓൺ ആവാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അവർക്ക് ഉള്ളിൽ ആ വിഷമം ഉണ്ടാവും. അങ്ങനെയാണ്. ഒരു കാലം തിരികെ വരും. ഇതൊരു കരച്ചിലല്ലേ. അത്രയ്ക്ക് ഇഷ്ടമായിരിക്കാം. ഒട്ടും പറ്റുന്നില്ലടാ, ഉറങ്ങാൻ പോലും എനിക്ക് പറ്റുന്നില്ലടാ. എന്തിനാണെങ്കിലും അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹം എന്നാണ്. ദാക്കാണ് എന്നെ തൊടാനായിട്ട് നിനക്ക് പറ്റടാ. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ നിന്ന് പോയതാണോ വാളക പരമശിവ? ഇത് വാളക പരമശിവ അല്ല, വാണമായ പരമശിവ. ഈ പുള്ളിക്കാരൻ നല്ലൊരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. ചുമ്മാ ഇതേപോലെ എന്തെങ്കിലും ഒരു സിനിമയെ കുറിച്ച് അവരാധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കാണാനും ആൾക്കാരുണ്ടല്ലോ. ദൈവമേ, ആർക്കും തോൽക്കാതെ ആയും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ ആർക്കും തോൽക്കാൻ. ഇതൊന്നും അർജന്റീന കാണണ്ട. അർജന്റീന കണ്ടു കഴിഞ്ഞാൽ ആ ടീമിന് കളിക്കാൻ കാണത്തില്ല ഫൈനല്. അയ്യോ, ഇങ്ങനെ എന്തോന്ന് കാണിക്കുന്നത്? അപസ്മാരമാണോ? അജിത്ത് കാണിക്കും പോലെ കാണിച്ചതാണോ? എന്നാ അജിത്തിന്റെ If you're a man hater,
how does your dad feel about this? I genuinely hate him. I've told him ki yaar, you know. ഷാജി ഏട്ടാ ഇവിടെ അങ്ങ് അരുതബു അരുത്. തന്തയെ പോലും വെറുക്കുന്നു. why so mean yaar? This is your father yaar. I mean, he is my father, but at last he is a man. But what he is a man. अब जो है सो है यार. അങ്ങേരിപ്പോ വിചാരിക്കണായിരിക്കും ഉണ്ടാക്കിയ സമയത്ത് തുടച്ചു കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കണം. എന്തിനിങ്ങനത്തെ ജന്മത്തിനുണ്ടാക്കിയിരുന്നു? ഏതാണ് പിച്ചക്കാരൻ? താടി ചെയ്ത് വെച്ചിരിക്കണുണ്ടോ? എനിക്കിതൊന്നും കാണാൻ വയ്യേ. ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തുകൂടെ? പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.